ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അവൽ കൊണ്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കായിട്ടാണ്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ സ്നാക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അവലെടുക്കണം. ഞാനിവിടെ 1 കപ്പോളം അവലെടുത്തിട്ടുണ്ട്. അത് ബ്രൗൺ അവലായാലും വെള്ള അവലായാലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. ഇതിൽ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞ് ഈ അവൽ മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതും അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. എരിവ് അനുസരിച്ച് പച്ചമുളക് അരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ നമുക്ക് ഇതിലേക്ക് ധാരാളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും നമ്മുടെ എരിവനുസരിച്ച് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന അവലില്ലേ, അതിലെ ബാക്കിയുള്ള വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് അവൽ മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം തീരെ പാടില്ല കേട്ടോ. വെള്ളം നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ അവൽ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ അല്ലെങ്കിൽ അരിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതായത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടി നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് ചൂടുണ്ടാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ച് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു മാവിൻ്റെ പരിവായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ കോൺഫ്ലോറോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ ബ്രെഡ് ഒന്ന് പാനിലിട്ട് നന്നായി ചൂടാക്കി എടുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാവും. അല്ലെങ്കിൽ റസ്ക് ആയാലും പൊടിച്ചെടുക്കുക, കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതായാലും പൊടിച്ചെടുക്കുക. എന്തായാലും ഒരു കോട്ടിങ് നല്ല ക്രിസ്പി കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ബൗളെടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയോ മൈദയോ നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുട്ട ഒന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ അവൽ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പ് വേണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് വട്ടത്തിൽ വേണമെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബ്രെഡ് ക്രംസ് അതിലേക്കൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കോൺഫ്ലോറിൻ്റെ ആ മിക്സിൽ ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പൊട്ടാറ്റോ അവൽ മിക്സ് ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഓയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും, നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും നമ്മുടെ കോട്ടിങ്ങിന്. ഇപ്പോൾ ഒരു 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക.
ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ അധികം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല, ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ നല്ല കുഴിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ശരിക്കും മുങ്ങി നിൽക്കും വിധം നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ളൊരു കളറ് കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. എന്നിട്ട് എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഇതേപോലെ തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മുക്കി വറുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കുറച്ച് എണ്ണ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ തിരിച്ചിട്ട് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ എല്ലാ സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു കിച്ചൺ ടിഷ്യൂലേക്ക് ഇടാം. അങ്ങനെ നമ്മളുടെ അവൽ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും താങ്ക്